മജിദേ, മച്ചമ്പി, നീ ഇതിങ്ങെത്തിയ കാത്തിരുന്നെന്റെ ക്ഷമ കിട്ടു. കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലൊക്കെ പിന്നെ മൂസാക്ക എന്റെ അച്ഛന്റെ ചങ്ങാതിയായിരുന്നു. അങ്ങേരെ നെഞ്ചത്തോട്ട് കുതിര കയറാൻ ആളയക്കാനും മാത്രം നീ എന്നാടാ വളർന്നേ? വന്ന വഴിക്ക് നീ അതിലും കയറി ഇടപെട്ടോ? ഇടപെടും. എനിക്ക് താല്പര്യമുള്ള ഏരിയയിൽ കൈവയ്ക്കരുത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? നിന്നെ ഞാൻ അവിടെ കൂട്ടിക്കൊണ്ടുവന്ന ആദ്യ കാലങ്ങളിൽ അദ്ദേഹം നിന്നെ സഹായിച്ചിട്ടുള്ളതല്ലേ? എന്താ ആ ഉമ്മ നിനക്ക് വിളമ്പി തന്ന കഞ്ഞിയിൽ ഉപ്പില്ലായിരുന്നോ? ഇത്ര നന്ദികൾ അവരോട് കാണിക്കാൻ. നിനക്ക് താല്പര്യമില്ലാത്ത കാര്യത്തില് ഞാൻ കയറി ഇടപെടൂ? കിട്ടാക്കടത്തിന്റെ കോളത്തിൽ നിന്ന് മൂസാക്കിയുടെ പേരും കിട്ടിയേക്കാൻ ആ ഫൈനാൻസ് കമ്പനിക്കാരോട് പറഞ്ഞു. ശരി, നിനക്ക് ഇനിയും എന്നെ സംശയമാണ്. നിന്റെ തലയ്ക്കും ഇത് കൈ പൊക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. നീ ഇവിടെ ഇല്ലായിരുന്ന കാലയളവിൽ ഞാൻ നിന്റെ ലോകം കാത്തു സൂക്ഷിച്ചു അന്തസ്സോടെ. പിന്നെ ഇവിടുത്തെ ലോക്കലുകളുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചില ഊടായ്പകളും ജാടയൊക്കെ ഞാൻ കാണിച്ചു. പക്ഷേ എന്റെ മനസ്സറിയാതെ ആ മൂസാക്കി അതിൽ പെട്ടുപോയി. സോറി അളിയ. ശരി ശരി, മേൽ ഇത്തരം ഒരു പിഴവ് ഞാൻ ക്ഷമിച്ചൊന്നും വരില്ല. സമ്മതിച്ചു. നിനക്കെന്നെ അറിയാലോ. സമ്മതിച്ചു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നീ അങ്ങ് ഗ്ലാമറായി പോലടാ. ജയിലിലെ സെറ്റപ്പുകളൊക്കെ മാറ്റിയെന്ന് ഒരു മന്ത്രിയുടെ പ്രസ്താവന ഞാനും വായിച്ചു പത്രത്തില്. ചില്ലറ മെച്ചപ്പെടുത്തലുകളൊക്കെ ഇല്ലാതില്ല. എന്നാലല്ലേ നമ്മളൊക്കെ വീണ്ടും വീണ്ടും അങ്ങോട്ട് ചെല്ലും. എടാ, വായി നോക്കി നിൽക്കേണ്ട. കുഞ്ഞാരുടെ കടയിൽ പോയി 2 ചിക്കൻ ബിരിയാണി വാങ്ങിച്ചോണ്ട് വാ. എനിക്കാന്ന് പറ. ഒരു ഫുള്ളും മേടിച്ചോ. ഞങ്ങളൊരു വഴിക്ക് പോവാ. നീ ഇത് എവിടുന്ന് സംഘടിപ്പിച്ചു? ഏത്? ഈ വണ്ടിയാണ്. നമ്മൾ എത്രയോ വണ്ടി CC-ക്കാർക്ക് പിടിച്ചു കൊടുക്കുന്നത്. ഒരു വണ്ടി നമുക്കും ഇരിക്കട്ടെ. ഇനി ഒരല്പം ജാടയിലൊക്കെ നടന്നില്ലെങ്കിൽ കാര്യമില്ല. സംഗതിയൊക്കെ കൊള്ളാം. പക്ഷേ എന്തോന്ന് പക്ഷേ? നീ മുതലാളി, ഞാൻ ഡ്രൈവർ. ഓക്കെ? അല്ല മച്ചാനെ, ഞാനൊരു തമാശ പറഞ്ഞിട്ട് നീ ചിരിക്കാത്തതെന്താ? എന്നാ ഇനി നീ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്നാ പറ. വേണ്ട, ഞാൻ വണ്ടി എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തിയിട്ട് പറയാം. അല്ലെങ്കിൽ നീ സന്തോഷം കൊണ്ട് വണ്ടി നിർത്തി ചാടിയാണ്. എന്നാ ഇതും കൂടി മതി 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 മതി. പിന്നെ കുറെ കഴിയുമ്പോ പോരാ പോരാ എന്ന് പറയരുത് കേട്ടാ. നീ എന്താന്ന് വെച്ചാ തെളിച്ച് പറഞ്ഞു തൊലക്ക്. കുറെ നേരമായില്ലേ പൊട്ടം കളി തുടങ്ങിയിട്ട്. എന്നാ കേട്ടോ, അച്ഛൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ എഞ്ചിനീയർ ആയിരുന്നു. കഴിഞ്ഞ വർഷം പാവം വടിയായിപ്പോയി. അമ്മ ഹൗസ് വൈഫാ. സർവ സ്വത്തിനും കൂടി ഏക അവകാശി. ഒരേ ഒരു മോള്. തരത്തി കിട്ടിയപ്പം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോഴല്ലേ ഗുട്ടൻസ് എനിക്ക് പിടി കിട്ടിയത്. അവൾക്കും നിന്നോട് ലപ്പാടാ. നമ്മുടെ ശാലിനിക്കോ? നമ്മളെയല്ല, നിന്റെ.